നമസ്കാരം. കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കിയ ഗവർണറോട് ഇനി ഉടക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി നയം മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം പിണറായി വിജയന്റെ ഒരു നമ്പരും ഗവർണർക്ക് മുന്നിൽ ചെലവാകില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നതോടെയാണ് പിണറായി നയം മാറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയതാണ് സർക്കാർ ഗവർണർ പോര്. ആ പോര് അങ്ങനെ മൂർച്ഛിച്ച് കേരള സർവകലാശാലയിലെ ഏറ്റുമുട്ടൽ വരെയുള്ള പ്രശ്നങ്ങളിൽ വരെ എത്തിച്ചു. ഈ സമയത്താണ് പിണറായി കീഴടങ്ങൽ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇരുവർക്കുമിടയിലെ മഞ്ഞ് ഉരുകി തുടങ്ങി. ഞായറാഴ്ച രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തതെന്നാണ് സൂചന. ചർച്ചയിൽ സൗഹാർദ്ദപരമായിരുന്നു എന്നും രാജ്ഭവൻ പ്രതികരിച്ചു. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും രാജ്ഭവൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കേരള സർക്കാരും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ നടന്നു വന്നിരുന്ന ശീതയുദ്ധത്തിന് ഇതോടെ സമാപ്തിയായി. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ പിടിവാശി ഉപേക്ഷിക്കാൻ ഗവർണർ തയ്യാറായിട്ടുണ്ട്. സർക്കാർ പരിപാടികൾ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ഉണ്ടാവില്ല എന്ന ഉറപ്പ് ഗവർണർ നൽകിയിട്ടുണ്ട്. അനൌദ്യോഗിക പരിപാടികളിലും ഭാരതാംബ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും. ചിത്രം വന്നതിൽ ഗൂഢാലോചന ഇല്ലെന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ പട്ടിക അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വൈസ് ചാൻസലർമാരെ ഉടൻ തീരുമാനിക്കും. സർക്കാർ ഗവർണർ തലത്തിലെ വില്ലനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയാണെന്നും ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. ചെറിയ കാര്യം വലുതാക്കിയത് മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും ഗവർണർക്ക് പരാതിയുണ്ട്. ശിവൻകുട്ടിയുടെ വാക്കൌട്ടാണ് പ്രശ്നം ഇത്രയും വലുതാക്കിയത്. മറ്റൊരു മന്ത്രിയായ പി പ്രസാദിന്റെ ഇടപെടൽ മാന്യമായിരുന്നുവെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി തർക്കത്തിൽ ഇടപെടില്ലെന്നും ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. പ്രശ്നം പരിഹരിക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. വിവാദമായ യൂണിവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുത്തത് ഗവർണർ എന്ന നിലയിലാണ്. ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചല്ല പങ്കെടുത്തതെന്നും വിശദീകരണം നൽകിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പോകും മുമ്പ് ഗവർണർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിരുന്നു. അസുഖം ഭേദമായി തിരിച്ചു വരട്ടെ എന്നും ആശംസിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ രോഗവിവരം അന്വേഷിക്കുകയും ഡൽഹിയിൽ വെച്ച് ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ രാജ്ഭവനിൽ കാണാമെന്ന മറുപടിയായിരുന്നു ഗവർണർ നൽകിയത്. എന്തായാലും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ഒരു വലിയ വിവാദം തന്നെ അവസാനമായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച